ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുകൂടത്തിലെ 16-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഉപമകളുടെ ഉദ്ദേശം എന്നാണ് ഈ ഭാഗത്തിന്റെ തലക്കെട്ട്. ഈശ്വനാഥൻ ഈ ഉപമകളൊക്കെ പറഞ്ഞിട്ട് ഉപമകൾ എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യനെ മെച്ചപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമാണിത്. പക്ഷേ ഈശോ ഒരു വിഷം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നു, എന്നാൽ അവർ കാണുന്നെങ്കിലും കാണുന്നില്ല, കേൾക്കുന്നുവെങ്കിലും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. അതിന്റെ കാരണം പറയുന്നുണ്ട് 15-ാമത്തെ വാക്യത്തിൽ. കാരണം അവർ കണ്ണുകൾ കൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകും വിധം ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ഇതാണ് കാരണമായിട്ട് പറയുന്നത്. അപ്പം ഹൃദയം കഠിനമായി പോയവർക്ക് വചനമൊക്കെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരാധനക്രമമൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഇതൊന്നും അങ്ങോട്ട് ജീവിതത്തെ സ്പർശിക്കുന്നില്ല. ഇതാണ് ഈശോയുടെ വിഷമം, ഈശോയുടെ പരാതി. ഈശോ ഇത് പറയുമ്പോൾ അത് എല്ലാ കാലത്തും പ്രസക്തമാണ്. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിന് കുറേ ആരാധനക്രമത്തിലും പ്രാർത്ഥനാ കാര്യങ്ങളിലും ഭക്തകൃത്യങ്ങളിലും തിരുനാളുകളിലും തീർത്ഥാടനങ്ങളിലും ധ്യാനങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് കാര്യം നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കൂടെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് ഈശോയുടെ വിഷമം. കാര്യം നമ്മൾ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഹൃദയം കഠിനമാക്കിയത് കൊണ്ട് ക്രിസ്തുനാഥന്റെ വചനത്തിന്റെ ചൈതന്യം കാണുകയോ കേൾക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സഹോദരങ്ങളുടെ വേദനകളും അവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കാണാനോ കേൾക്കാനോ നമുക്ക് സാധിക്കുന്നുമില്ല. ഇനി സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളും അനീതിയും നമുക്ക് മുമ്പിൽ നടമാടിയിട്ടും അത് കാണാനും കേൾക്കാനും നമുക്ക് സാധിക്കുന്നുമില്ല. നമ്മളിങ്ങനെ ഫ്രീസ്ഡ് ആണ്, മരവിച്ചുപോയ ഹൃദയം കഠിനമായി എന്ന് പറയുമ്പോഴത്തെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഇതൊരു ഫ്രീസ്ഡ് ആയി മരവിച്ചു പോയത് പോലെ. നമ്മളിങ്ങനെ ഫ്രീസറിനകത്ത് ചില സംഭവങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഹൈ കൂളിങ്ങിലൊക്കെ സംഭവം സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞ് അടുത്ത ദിവസം എടുത്തു കഴിയുമ്പോൾ ഇതിങ്ങനെ മരവിച്ച് അങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കും, ഐസ് കട്ടയായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഹൃദയം കഠിനമായി പോയി, ഹൃദയം ഇങ്ങനെ ഐസ് കട്ടയായി പോയി. ഹൃദയം കഠിനമായി പോയതിന്റെ പേരിൽ ഇതൊന്നും അങ്ങോട്ട് ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. മറ്റുള്ളവരുടെ വേദനകൾ കാണുന്നില്ല, കൺമുമ്പിൽ നടക്കുന്ന അനീതികൾ കാണുന്നില്ല, മറ്റുള്ളവന്റെ ദുരിതങ്ങളും വേദനകളും കാണുന്നില്ല. അങ്ങനെ നമ്മളുടെ കൺമുമ്പിൽ ഉണ്ടായ കാര്യങ്ങൾ പോലും നമ്മൾ ഹൃദയത്തെ സ്പർശിക്കാതെ പോകുന്നു. ഹൃദയം ഫ്രീസായി പോയി, വചനവും ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? തിരുഹൃദയ സ്നേഹച്ചൂടിൽ ആ ഹൃദയം വീണ്ടും ചൂട് പിടിച്ച് അതിന്റെ ആ ഐസ് കട്ടയൊക്കെ അലിഞ്ഞു പോയിട്ട് ഹൃദയം വീണ്ടും മാംസള ഹൃദയമായി മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഉപമകൾ മനസ്സിലാകുകയുള്ളൂ. കർത്താവിന്റെ വചനങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയുള്ളൂ. ആ വചനങ്ങൾ നമുക്ക് ഹൃദയമിടിപ്പുണ്ടാക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ വിഷമങ്ങളിലും കൺമുമ്പിലുണ്ടാകുന്ന അനീതികളിലും സത്യത്തിന് നിരക്കാത്ത വസ്തുതകളിലും ഒക്കെ നമ്മളുടെ ഹൃദയം പ്രതികരിക്കുന്നതായി മാറണമെന്നുണ്ടെങ്കിൽ, വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നതായി മാറണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൃദയം മാംസളമായി മാറണം, ഹൃദയം തീ പിടിച്ചതായി മാറണം, ഹൃദയം മുറിവുള്ളതായി മാറണം, ഹൃദയത്തിന് ചുറ്റും ഒരു മുൾക്കിരീടം ഉണ്ടായിരിക്കണം, ഹൃദയത്തിന് മുകളിൽ ഒരു കുരിശുണ്ടായിരിക്കണം, ഹൃദയം ഹൃദയമായി മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനോടൊക്കെ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 12-ാമത്തെ വാക്യം, 13-ാം അധ്യായം 12-ാം വാക്യം, അത് പ്രകാരമാണ്: കാരണം ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും, ഇല്ലാത്തവനൊന്നും ഉള്ളതുപോലും എടുക്കപ്പെടും. അതായത് ഹൃദയം മന്ദീഭവിക്കുക, ഹൃദയം കഠിനമായി പോകാതെ മാംസളമായി സൂക്ഷിക്കുന്ന ഒരാൾക്ക് വീണ്ടും ആ ഹൃദയത്തിന് ഇണങ്ങിയ ദൈവചൈതന്യം നൽകപ്പെട്ടുകൊണ്ടിരിക്കും. ഹൃദയം കഠിനമായി പോയവനിലേക്ക് ഇതൊന്നും സ്പർശിക്കുകയില്ല. ഇതൊന്നും ആ ദൈവചൈതന്യം അവനിങ്ങനെ സ്പർശിക്കാതെ അതിന്റെ മുകളിലൂടെ തഴുകി കിടന്നങ്ങ് പോകും. അപ്പൊ അതിന് ഹൃദയത്തിന് അതിന് ഒരു വ്യത്യാസം വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇല്ലാത്തവൻ, അതായത് ഹൃദയത്തിൽ ദൈവസ്നേഹത്തിന്റെ ചൂടില്ലാത്തവനിലേക്ക് ദൈവസ്നേഹത്തിന്റെ തീയോ ചൈതന്യമോ അതിനെ വീണ്ടും ആളിക്കത്തിക്കാൻ പോകുന്നില്ല. മറിച്ച് ദൈവസ്നേഹത്തിന്റെ ചൂട് അല്ലെങ്കിൽ അതിന്റെ തീപ്പൊരിയൊക്കെ ഉള്ളൊരു ഹൃദയമാണ് നമ്മുടേതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവ ചൈതന്യത്തിന്റെ അഗ്നി നമ്മളുടെ ഹൃദയങ്ങളെ കത്തിജ്വലിപ്പിക്കും എന്നുള്ളതാണ്. ഉള്ളവന് വീണ്ടും നൽകപ്പെടും, അവന്റെ ഹൃദയം തുടിക്കും, ഇല്ലാത്തവരിൽ നിന്നും ഉള്ളതുപോലും എടുക്കപ്പെടും. നമ്മളങ്ങനെ ആ ദൈവസ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ദൈവചൈതന്യത്തിന്റെ തുടിപ്പുകളൊന്നും തന്നെ നിലനിൽക്കാൻ പോകുന്നില്ല.
നമ്മളിങ്ങനെ ഈ വചനഭാഗം വായിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ഒരുപാട് ആരാധനാക്രമ കാര്യങ്ങളിലും പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും കുറേ ആക്ടിവിറ്റീസ് നമുക്കുണ്ട്. ഒരു വർഷം മുഴുവൻ നമ്മൾ എടുക്കുമ്പോൾ എന്തോരം ആക്ടിവിറ്റീസിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ധ്യാനമാണ് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നത്, എത്ര വചനപ്രഘോഷണം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്, എത്ര കുർബാന പങ്കെടുത്തു, എത്ര കൊന്ത നമ്മൾ ചൊല്ലി, എത്ര കുരിശിൻ്റെ വഴി നമ്മൾ ചൊല്ലി, എത്ര പ്രാവശ്യം നമ്മൾ പള്ളിയിൽ പോയി, എത്ര പ്രാവശ്യം നമ്മൾ തീർത്ഥാടനത്തിന് പോയി. ഒരു കാര്യമില്ല. ഹൃദയത്തിനകത്ത് ദൈവത്തോടുള്ളൊരു സ്നേഹം സൂക്ഷിച്ച് അത് സ്നേഹം കൊണ്ട് ചൂട് പിടിച്ച് നിൽക്കുന്നതിൻ്റെ പേരിൽ അതിങ്ങനെ മരവിച്ചു പോയിട്ടില്ല. അത് കഠിനമായി പോയിട്ടില്ല എങ്കിൽ മാത്രം ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുകയും ഫലമുളവാക്കുകയും ചെയ്യും. അല്ലാത്ത പക്ഷം ഇതൊന്നും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാൻ പോകുന്നുമില്ല. നമ്മൾ ഒരു വിധത്തിലും ഒരു പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഈ വചനം നമ്മളിൽ യാതൊരു ഫലവും ഉണ്ടാക്കാൻ പോകുന്നില്ല. കണ്ടിട്ടും 13 വാക്യം 13 ഈ 13 നാശത്തിന്റെ വാക്യം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തല അർത്ഥത്തിൽ ഓർപ്പിക്കുന്ന ഇതാണ്: അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തെന്നാൽ അവർ കാണുന്നെങ്കിലും കാണുന്നില്ല, കേൾക്കുന്നെങ്കിലും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല എന്ന് പറയുന്ന ഈശോയുടെ വിഷമമാണ് നമ്മൾ ഈ മത്തായി 13:13 വായിക്കുന്നത്. നമുക്ക് ഈ വചനഭാഗം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈശോനാഥന്റെ വിഷമം നമുക്ക് മനസ്സിലാക്കാം. യേശുനാഥൻ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മളുടെ ഹൃദയത്തെ സ്പർശിക്കാനായി വിരലിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളിങ്ങനെ അകന്നു മാറിക്കൊണ്ട് ഫ്രീസായി പോയ, കഠിനമായി പോയ ഹൃദയമായിട്ട് നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുന്ന അവസ്ഥ മാറി ഈശോ നമ്മുടെ ഹൃദയത്തെ വചനം വഴി സ്പർശിക്കുവാൻ, ഉപമകൾ വഴി സ്പർശിക്കുവാനുള്ള കൃപയുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.